നമസ്കാരം. ബ്രീതിങ് എക്സസൈസുകളെ പറ്റി അറിവില്ലാത്തവർ ഇന്ന് സമൂഹത്തിൽ വളരെ വിരളമായിരിക്കും. ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ബ്രീതിങ് എക്സസൈസ് പരീക്ഷിച്ച് നോക്കാത്ത ഒരു വ്യക്തിയും ഇന്ന് ഈ സമൂഹത്തിൽ കാണില്ല. എങ്ങനെയാണ് ബ്രീതിങ് എക്സസൈസ് നമ്മുടെ ശരീരത്തിൽ ഗുണമായി ഭവിക്കുന്നത് എന്നതിനെപ്പറ്റി പലർക്കും അറിയില്ല. ഇതൊരു നല്ല ടെക്നിക്കാണ് എന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ബോഡിയിൽ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു അവയർനെസ് തരാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പൊതുവെ ഒരു പ്രൈമറി സ്ട്രെസ് മാനേജ്മെന്റ് എന്ന രീതിയിൽ ഈ മെത്തേഡാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ 1-2 ദിവസം ചെയ്ത ശേഷം പലരും തിരക്കിൻ്റെ കാരണം കൊണ്ടോ മറ്റ് പല റീസൺസ് കൊണ്ടോ ഇതങ്ങ് നിർത്തിക്കളയാണ് പതിവ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്കൊരു വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സ്ക്വയർ ബ്രീത്തിങ് മെത്തേഡ് അല്ലെങ്കിൽ ബോക്സ് ബ്രീത്തിങ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, ഒരു റുട്ടീനായിട്ട് ലൈഫിൻ്റെ പാർട്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനൊരു പ്രചോദനം എന്ന രീതിയിൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു പേടി അതിൻ്റെ ഒരു എഫക്റ്റ് ബോഡിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, മനുഷ്യരായാലും മൃഗങ്ങളായാലും ജീവനുള്ള എല്ലാ വസ്തുക്കളും അവരുടെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ സർവൈവലാണ് ഏറ്റവും പ്രധാനമായി കീപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും അടിസ്ഥാനമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റായിട്ട് എന്ത് കാര്യം വന്നാലും ബോഡി വളരെ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും. അപ്പോൾ നമ്മൾ വളരെ തമാശയ്ക്കായിട്ടാണെങ്കിലും പറയുന്നൊരു കാര്യമാണ്, നമ്മളെ ആര് സ്നേഹിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. കാരണം ഉള്ളിൽ അത്രയും പ്രോസസ്സസാണ് നമ്മളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ ബോഡി ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, യു ആർ ഓൾവേസ് ലവ്ഡ് ബൈ യുവർ ഓൺ ബോഡി. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ എഗെയിൻസ്റ്റ് ഇപ്പോൾ ഒരു കാറ് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് വളരെ സ്പീഡിലൊരു കാറ് നിങ്ങളെ ഇടിക്കാൻ വരികയാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ, അതായത് കാഴ്ചയിലൂടെയും ശബ്ദത്തിലൂടെയും നിങ്ങളുടെ സെൻസറി ഓർഗൻസ് അഥവാ ഇന്ദ്രിയങ്ങൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഒരു ത്രെറ്റ് വരുന്നതായിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ അപകടമാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടുള്ള ആ സിഗ്നൽസ് നിങ്ങളുടെ ബ്രെയിനിലെ അമിഗ്ഡാലയിലേക്ക് ചെല്ലുകയാണ്. അമിഗ്ഡാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ഇമോഷണൽ സെൻറ്ററാണ്. അവിടെ ഈ സിഗ്നൽ പ്രോസസ്സ് ചെയ്തിട്ട് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് ഈ സിഗ്നൽസ് ചെല്ലും. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ബോഡിയിലെ കമാൻഡിങ് സെൻറ്റർ. അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും പ്രൈമറി ആയിട്ട് ഹൈപ്പോതലാമസിൽ നിന്നാണ് കമാൻഡ്സ് വരുന്നത്. ഹൈപ്പോതലാമസിൽ നിന്ന് ഈ സിഗ്നൽസ് അഡ്രിനൽ ഗ്ലാൻഡിൽ എത്തുകയും അവിടെ നിന്ന് അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ആകുകയും ചെയ്യുന്നുണ്ട്. അഡ്രിനാലിൻ എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുള്ളൊരു പേരായിരിക്കും. അതിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. ഈ ഹോർമോൺ പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് റിലീസ് ആകുകയും ബോഡിയിൽ ഫ്ലൈറ്റ് റെസ്പോൺസ് സ്റ്റാർട്ടാകുകയും ചെയ്യുന്നു. അതായത് ഒരു അപകടത്തിൽ നിന്ന് നമ്മളെ പെട്ടെന്ന് രക്ഷിക്കാൻ വേണ്ടി ബോഡി പെട്ടെന്ന് തന്നെ പ്രതികരിക്കും. അതാണ് നമ്മൾ കാറിങ്ങനെ വരണ കാണുമ്പോഴേ അവിടെ നിന്ന് ചാടി മാറുന്നത്. അപ്പോൾ ഇതൊക്കെ മില്ലി സെക്കൻഡ്സിനുള്ളിൽ ഈ സംഭവങ്ങൾ മുഴുവനും അവിടെ നടന്നു കഴിയും. അപ്പോൾ ആ ഒരു റെസ്പോൺസ് അവിടെ വർക്ക് ആകാൻ വേണ്ടി ബോഡിയിൽ ഈ എപ്പിനെഫ്രിൻ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. കാരണം പെട്ടെന്ന് തന്നെ ബ്ലഡ് സർക്കുലേഷൻ ചെന്നാലല്ലേ അത്രയും സ്പീഡിൽ ബോഡിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, അതിനോടനുബന്ധിച്ച് പൾസ് റേറ്റ്, BP കൂടും, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത്രയും ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് ആ സമയം കൊണ്ട് എത്തണം, എങ്കിലേ അത്രയും പവർ ബോഡിക്ക് ആ സമയത്ത് വരുള്ളൂ. ഗ്ലൂക്കോസ് ലെവൽസ് ഹൈ ആകും. പെട്ടെന്ന് തന്നെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം സ്കെലറ്റൽ മസിൽസിലേക്ക് പോകും. വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ആ ഒരു ഇതിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ആകുകയാണ് ബോഡി. അപ്പോൾ സാധാരണ സമയത്തുള്ളതിനേക്കാളും ആ സമയത്ത് ഒരാൾക്ക് വേഗത, ശക്തി, അയാളുടെ വിജിലൻസ്, ഈ എല്ലാ സെൻസസിൻ്റെ ഷാർപ്നെസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഹൈറ്റൻ ആകും. നമ്മുടെ കൃഷ്ണമണി പോലും ആ സമയത്ത് വളരെയധികം വൈഡാകും എന്നാണ് പറയുന്നത്. കാരണം ലൈറ്റ്, ആ വിഷൻ അത്രയും ഷാർപ്പാകും. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് കഴിയും. അപ്പോൾ കാർ അങ്ങ് പാസ് ചെയ്ത് പോയി, നമ്മൾ ഒരു സൈഡിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ബോഡിക്ക് സ്വയം മനസ്സിലാകും, ഓക്കെ അപകട നില തരണം ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ് ബോഡിയിൽ സംഭവിക്കും. നമ്മൾ പതിയെ കാമാകും. ഇതല്ലാത്തൊരു സാഹചര്യമാണ് ചിന്തിക്കുക. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കള്ളൻ വീട്ടിൽ കയറി, അയാളുടെ കയ്യിൽ കത്തിയുണ്ട്, നിങ്ങളിത് കണ്ടു, നിങ്ങൾ ഒളിച്ചിരിക്കുകയാണ്, ഇയാൾ കണ്ടിട്ടില്ല നിങ്ങളെ, നിങ്ങൾ ഒളിച്ചിരിക്കുകയാണ്, നിങ്ങൾ നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലും ഇതേ റെസ്പോൺസസാണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്, അഡ്രിനാലിൻ റിലീസായ ശേഷം അതേ സ്റ്റേറ്റ് ഓഫ് വിജിലൻസ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മറ്റൊരു ഹോർമോൺ കൂടി അവിടെ റിലീസാകും. അതിൻ്റെ പേരാണ് കോർട്ടിസോൾ. അപ്പോൾ കോർട്ടിസോൾ ആ റെസ്പോൺസ് അതേ സ്റ്റേജിൽ തന്നെ അത് നിർത്തും. അപ്പോൾ അഡ്രിനാലിനും കോർട്ടിസോളും എപ്പോഴാണോ ഈ കള്ളൻ പുറത്തു പോകുന്നത് അതുവരെ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കും.
അപ്പോൾ ഇതൊരു ഉദാഹരണമായി പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ കള്ളനോ കാറോ എന്നല്ല, ഏത് സാഹചര്യത്തിലായാലും നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇതേ റിയാക്ഷനാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുക. അപ്പോൾ ഇതൊക്കെ ഫിസിക്കൽ കാരണങ്ങളാണ്. ഇത് സൈക്കോളജിക്കലായിട്ട് ഇതേപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. നമുക്ക് മിക്കപ്പോഴും സൈക്കോളജിക്കൽ സ്ട്രെസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പെടുത്തിക്കളയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ് ഇല്ലാത്ത ആരും തന്നെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവില്ല. അപ്പോൾ വളരെ ഹെവി സ്ട്രെസ്ഫുൾ വർക്ക് എൻവയോൺമെൻ്റ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ വളരെ മോശം ഫാമിലി അറ്റ്മോസ്ഫിയർ ജീവിക്കുന്നവർ, ഇപ്പോൾ ഭയങ്കര ക്രൂവലായിട്ടുള്ള പാരൻസിൻ്റെ കൂടെ ജീവിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന വിക്ടിംസ്, സെക്ഷൽ അബ്യൂസ് ഫേസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ ലൈംഗിക ചൂഷണമൊക്കെ ഏർപ്പെടുന്നവർ എപ്പോഴും ഭയത്തിലായിരിക്കും ജീവിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെയുള്ള ഒരാളാണ് അവർ ഉപദ്രവിക്കുന്നെങ്കിൽ അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ഇതൊരു ഉദാഹരണമാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്ന ഏതൊരു സാഹചര്യവും നമ്മുടെ ബോഡി ഒരു ത്രെറ്റായിട്ടാണ് കാണുന്നത്. ഈ പറയുന്ന റെസ്പോൺസസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതൊരു ക്രോണിക് സ്ട്രെസ് ആയിട്ട് മാറും. ഈ ഹോർമോൺസ് നമ്മുടെ ബോഡിക്ക് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് നെഗറ്റീവ് എഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. അപ്പം വളരെ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഈ അഡ്രിനാലിനായാലും കോർട്ടിസോൾ ആയാലും കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഓൾറെഡി ഹാർട്ടിൻ്റെ റിതം ഒത്തിരി ചേഞ്ച് വരും ഈ ഹോർമോൺസിൻ്റെ ആക്ഷൻ കൊണ്ട്. അപ്പോൾ പലർക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഹൈപ്പർ ടെൻഷൻ വരാം, എന്തെങ്കിലും ഹാർട്ട് ഡിസീസസിലേക്ക് ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. പിന്നെ കോർട്ടിസോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ കോർട്ടിസോൾ ഹങ്കർ കൂട്ടുന്ന ഒരു ഹോർമോൺ കൂടിയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിശപ്പ് വരും. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സിലേക്ക് പോകും, വളരെ ഒബീസ് ആകും. പിന്നെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരും. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് അൾസർ എന്ന് പറഞ്ഞാൽ ഹറി വറി കറി എന്നാണ്. അതായത് നമ്മുടെ തിരക്ക്, നമ്മുടെ ഭക്ഷണ രീതി, അല്ലെങ്കിൽ നമ്മുടെ വറി, നമ്മുടെ ടെൻഷൻസ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സിസ്റ്റത്തിലോട്ടോ ഈ പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സിൽ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു രോഗത്തിലേക്ക് ഫൈനലി ചെന്ന് അവസാനിക്കും. അത് ഫിസിക്കൽ മാത്രമാകില്ല, ഇവർ വൈകാരികമായിട്ട് ഇവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഇങ്ങനെ ഹോർമോൺ ഇങ്ങനെ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ മാനസികമായിട്ട് ഇവർക്ക് നോർമൽ ഇതിൻ്റെ റെസ്പോൺസസ് ആയിരിക്കില്ല. ഇവർക്ക് ചിലപ്പോൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും, ഭയങ്കര സങ്കടം വരും. എന്നുവെച്ചാൽ ആ സ്ട്രെസ് ഹോർമോൺസ് അങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇത് വളരെയധികം ഡാമേജ് ചെയ്യും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ പറ്റിക്കുകയാണ്. അതായത് നമ്മൾ മെഷേർഡായിട്ട് മനഃപൂർവ്വം നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രെസ് വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയിരിക്കും ഒരാൾ ശ്വാസം എടുക്കുന്നത്, ഒരു ആൻസൈറ്റി പോലെ. അപ്പോൾ അയാൾ ഒരു സ്ഥലത്തിരുന്ന് മനഃപൂർവ്വം കോൺഷ്യസ്ലി ബ്രെത്ത് പതിയെ ഇങ്ങനെ സ്ലോ ആക്കുമ്പോൾ ബോഡി വിചാരിക്കുന്ന എന്താണ്, ഓക്കെ ഇയാളുടെ റെസ്പിറേറ്ററി റേറ്റ് നോർമലിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് വരികയാണ്. അപ്പോൾ അയാളുടെ സ്ട്രെസ് അവിടെ എന്താണ്, ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യം അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹോർമോണിൻ്റെ ആവശ്യം ഈ ശരീരത്തിനില്ല എന്ന് മനസ്സിലാക്കി കുറച്ച് ആ ഹോർമോൺ ലെവൽസ് ഒന്ന് കൺട്രോൾ ആകുകയും ആൾക്കൊരു ഫീലിംഗ് ഓഫ് കാംനെസ് വരികയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഇച്ചിരി പ്രാക്ടീസിൽ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇമോഷൻ ആയിരിക്കില്ല ഒരു 10 തവണ ഈ സ്ക്വയർ ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും കാമായിട്ടുണ്ടാവും. കുറച്ചുകൂടി നിങ്ങൾക്ക് ഡിസിഷൻസ് തീരുമാനം എടുക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇംപ്രൂവൈസ് ആകും. അപ്പോൾ ബ്രീത്തിങ് കൊണ്ട് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ ബോഡി ഇങ്ങോട്ട് എന്താണോ ചെയ്തത് അതിൻ്റെ ഒരു റിവേഴ്സ് പരിപാടി അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടും. ഇത് വളരെ നല്ല ഒരു മെത്തേഡാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് എക്യുപ്മെൻസിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരു സമയം മാത്രം നമ്മൾ അതിന് വേണ്ടി ഒന്ന് കണ്ടെടുത്താൽ മതി. അപ്പോൾ ഇത് പക്ഷേ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പോലും ഇത് ഡെയിലി ലൈഫിൽ ഒരു പാർട്ടാക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ സ്ക്വയർ ബ്രീത്തിങ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇമേജ് അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും കാമായിട്ട് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾക്ക് കിടക്കുമ്പോഴും ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്ന ശേഷം ആദ്യം ഇൻഹെയിൽ ചെയ്യുക. നല്ല ഡീപ്പായിട്ട് സ്ലോയിൽ ഉള്ളിലേക്ക് നല്ലപോലെ ഇൻഹെയിൽ ചെയ്യുക. ഫുൾ ലങ്സ് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു 4 കൗണ്ട് 1 2 3 4 അത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ വായിൽ കൂടെ ഇങ്ങനെ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് തന്നെ എക്സെയിൽ ചെയ്യുക. ലൈക്ക് ഇങ്ങനെ ത്രൂ മൗത്ത് എക്സെയിൽ ചെയ്യുക. എക്സലേഷൻ കഴിഞ്ഞ് ഫുൾ ഇത് പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ഇതേപോലെ 4 കൗണ്ട് 1 2 3 4 അങ്ങനെ 4 കൗണ്ട് ചെയ്യുക. വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണ ചെയ്യുക.
അതൊരു ദിവസം 4 തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ രാവിലെ ഉച്ചക്ക് ഈവനിങ് നൈറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഒരു 2 വീക്സ് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു റിസൾട്ട് കിട്ടും. അങ്ങനെ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്ട്രെസ് വരുന്ന സമയത്തെങ്കിലും നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളെ വളരെയധികം അത് ഹെൽത്തിന് വേണ്ടി നിങ്ങൾക്കൊരു താൽക്കാലികമായി അത് മാനേജ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതൊരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അല്ല. നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള സ്ട്രെസ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പ്രത്യേകിച്ചും ഹോമിയോപ്പതിയിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനൊരു മാനേജ്മെൻറ്റ്സ് കിട്ടും, ഇമോഷണൽ ഇഷ്യൂസിന് മാനേജ്മെൻറ്റ് കിട്ടും. കാരണം നിങ്ങളുടെ വൈകാരിക തലങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ മെഡിസിൻസ് വരുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ കിട്ടും. അതുകൂടാതെ നിങ്ങൾ സ്വന്തമായി ആദ്യം നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിന് പറ്റുന്നത്ര സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആരോഗ്യപരമായ ഭക്ഷണ രീതിയും നല്ല ഉറക്കവും നിങ്ങളുടെ ആ കാരണം എന്താണെന്ന് കണ്ടെത്തിയ ശേഷം നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ സ്വന്തമായി കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് വാങ്ങിക്കുക. പിന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം സെൽഫ് ലവ് എന്നൊരു കാര്യമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആകണമെന്നില്ല, എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു സഹായം വാങ്ങുന്നത് ഒരു തെറ്റാണെന്നുള്ളൊരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ മാനസികമായിട്ടുള്ളൊരു പ്രശ്നം വരുമ്പോൾ, എനിക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അത് പുറത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാകണം എന്നില്ല. നിങ്ങളുടെ പ്രോബ്ലം അവർക്ക് സില്ലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൽ അവരുടെ അഡ്വൈസിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു.